Assalamu alaikum. Welcome to Zeus Pepe Candy. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വിഭവം കോഴിയട. ശരിക്കും കോഴിയട എന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനകത്ത് ചിക്കൻ ഫില്ലിംഗ് ആണെന്ന്. ഇന്നത്തെ എൻ്റെ റെസിപ്പിയിൽ ചിക്കൻ ഫില്ലിംഗ് ആട്ടോ. സാധാരണ കോഴിയടയിൽ ബീഫ് ഫില്ലിംഗ് ഉണ്ടാവാറുണ്ട്. ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരുപാട് നാളെ സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ട് അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് നമുക്ക് പരത്താൻ പരുവത്തിനുള്ളൊരു മാവ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഒരു കോഴിയട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കോഴിയടയിൽ ഉള്ളിയുടെ കണ്ടൻറ്റ് കുറവായിരിക്കണം, മീറ്റിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കണം കൂടുതൽ. അപ്പോൾ സവോള എന്ന് വഴറ്റി വരുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പച്ചമുളക് എടുത്തത് കുറച്ച് സ്പൈസി, അത് കാരണം ഞാൻ മുളക് പൊടി കുറച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ നല്ലോണം അതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെറിയ തീയിലിട്ട് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് കളയണം. എന്നാലേ ആ കോഴിയുടെ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഇഫ്താറിന് വേണ്ടിയാണ്, അത് കാരണം തന്നെ ഒരുപാട് നേരമായിട്ട് വഴറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെ റീസൺ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ കാരണം മടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഈ വെള്ളം മുഴുവൻ മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അല്പം പെരുജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് കാണിക്കും. എന്നിട്ട് നന്നായി ചെറിയ തീയിലിട്ട് വഴറ്റിയിട്ട് ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ പോകണം. വീണ്ടും പറയുന്നു, ഇത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ഫില്ലിംഗ് ആയിട്ട് വേണം ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞായിരുന്നു ഗരം മസാല ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട. ഞാൻ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് പകരം നമുക്ക് ബീഫ് ഇതുപോലെ മിൻസ് ചെയ്തിട്ട്, അതായത് കുക്ക് ചെയ്ത ബീഫ് ഇതുപോലെ മിൻസ് ചെയ്ത് നല്ലോണം ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്തൊരല്പം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നാരങ്ങ നീര് അവോയ്ഡ് ചെയ്യാം. ഞാനൊരു ചെറിയൊരു പുളിപ്പ് രസം കിട്ടാൻ വേണ്ടി മാത്രമാട്ടോ നാരങ്ങ നീര് ഒഴിക്കുന്നത്. നമ്മൾ പക്ഷേ സ്റ്റോർ ചെയ്യുന്ന കോഴിയടയ്ക്ക് നാരങ്ങ നീരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്കൊരു ഡ്രൈ മിക്സ്ചറായിട്ട് ഫില്ലിംഗ് കിട്ടും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഓരോ ഫില്ലിങ്ങിനകത്ത് ഓരോ പൂരി പോലത്തെ ഷേപ്പിൽ പരത്തിയെടുത്തതിനകത്തും അല്പം ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ശരിക്കും ഇത് ഫോൾഡ് ചെയ്യാനൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി എടുക്കണം. എനിക്കത് ഞാൻ അത്ര എക്സ്പേർട്ടല്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഈ എല്ലാ സൈഡും ഒന്ന് നല്ലോണം, ഇത്തിരി നനവില്ല എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് ആ സൈഡ് മൊത്തം ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരരുത് കേട്ടോ. ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാവും. അപ്പോൾ അത് കാരണം എല്ലാ സൈഡും നല്ലോണം അടഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മടിയുള്ളവർക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്കാണിത്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വാങ്ങാൻ കിട്ടും. സമോസ മോൾഡാണ്. ഇതിനകത്തേക്ക് നമുക്കൊരല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂരി ഷേപ്പിലുള്ള മാവൊന്ന് വെച്ച് കൊടുക്കാം. അതിന് നടുക്കായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഷേപ്പിൽ ഇതായി കിട്ടും.
കണ്ടില്ലേ, നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കാൻ നോക്കുക കേട്ടോ. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് നടുക്കിരിക്കുന്നത് മാത്രം നമ്മൾ ഫോർക്ക് വെച്ച് ചെയ്ത്, ബാക്കിയെല്ലാം നമ്മൾ ഈ മൗൾഡ് വെച്ച് ചെയ്തതാണ് കേട്ടോ. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇത് കുറച്ച് നേരമായിട്ട് ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ മലബാർ പലഹാരമായ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.